നമസ്കാരം. നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നത് ദൈവത്തെ കാണാനാണ്. എന്നാൽ ദൈവം നമ്മളെ എങ്ങനെ കാണണമെന്നത് ആചാരശാസ്ത്രം പഠിപ്പിച്ചിട്ടുണ്ട്. പ്രദക്ഷിണവും ക്ഷേത്രത്തിനു പുറത്തുകൂടിയുള്ള പ്രദക്ഷിണവും കഴിഞ്ഞാലേ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കാവൂ. ഒരു ക്ഷേത്രത്തിലും തിരുനടയ്ക്ക് നേരെ നിന്ന് തൊഴരുത്. ഒരു വശം ചേർന്നു നിന്നേ തൊഴാൻ പാടുള്ളൂ. തൊഴുമ്പോൾ ഇരു കൈകളിലെ വിരലറ്റങ്ങൾ പരസ്പരം ചേർന്നിരിക്കണം. പുരുഷന്മാർ തൊഴുതുപിടിച്ച കൈകൾ ഇടനെഞ്ചിനു നേരെയോ അല്ലെങ്കിൽ ശിരസിനു മുകളിൽ 12 അങ്കുലം ഉയർത്തിയും തൊഴാം. സ്ത്രീകൾ കഴുത്തിനു നേരെ താടിയെല്ലുകൾക്ക് താഴെ കൈകൾ ചേർത്തു പിടിക്കണം. ദർശന സമയത്ത് പുരുഷന്മാർ മേൽവസ്ത്രം കൈത്തണ്ടയിൽ തൂക്കിയിടുകയോ അരയിൽ കെട്ടുകയോ വേണം. മേൽമുണ്ട് പുതച്ച് ദേവദർശനം പാടില്ല. മന്ത്രപൂർവം ദേവബിംബം അഭിഷേകം ചെയ്ത് കിട്ടുന്ന ഔഷധ ഗുണമുള്ള പുണ്യജലമാണ് തീർത്ഥം. വലതുകൈ കുമ്പിളാക്കി ഇടതുകൈ കൊണ്ട് താങ്ങി കിഴക്കോട്ട് തിരിഞ്ഞ് മുഖം മുകളിലേക്കുയർത്തി താഴെ വീഴാതെയും ചുണ്ടിൽ തട്ടാതെയും വായിലേക്കൊഴിച്ചു സേവിക്കണം. ഇരു കൈകളും ഒരുമിച്ച് നീട്ടിയാണ് പ്രസാദം വാങ്ങേണ്ടത്. ക്ഷേത്രത്തിനുള്ളിൽ പ്രസാദം ശരീരത്തിൽ അണിയരുത്. പുറത്തു വന്ന ശേഷമേ അത് അണിയാവൂ. അർച്ചനാ പുഷ്പങ്ങൾ ആദ്യം കണ്ണിലണച്ച് ശിരസിൽ അണിയണം. ദേവദർശനം വെറുമൊരു അനുഷ്ഠാനം മാത്രമല്ല, അത് ആത്മാവിന്റെ ശുദ്ധീകരണമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യൂ. ഇത്തരത്തിലുള്ള കൂടുതൽ അറിവുകൾക്ക് ആത്മദർശനം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.